കസിംബായി ആണേ. ഇന്നിപ്പോ ചിപ്പൂനെ കൊണ്ടേ ഒന്ന് ആശുപത്രി വരെ പോവുകയാണ്. നമ്മുടെ പേരാവൂര് ഗവൺമെന്റ് ഹോസ്പിറ്റലിലോട്ടാട്ടോ പോകുന്നേ. നമുക്ക് വീടിന്റെ തൊട്ടടുത്താട്ടോ. അവിടെ നിന്ന് OP ടിക്കറ്റ് എടുത്തപാടെ ഞങ്ങളോട് പറഞ്ഞു തീർച്ചയായിട്ടും മാസ്ക് വെക്കണമെന്ന്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായില്ലേ, കൊറോണയുടെ കുറെ ഭാഗം അവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് എന്നൊക്കെ കേൾക്കുന്നുണ്ട്. വീണ്ടും നമ്മുടെ കൊറോണ നാട്ടിലോട്ട് വരുന്ന ഒരു ലക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് എല്ലാവരും മാസ്ക് വെക്കണം നിർബന്ധമായിട്ടുണ്ട് കേട്ടോ ഡോക്ടറെ അടുത്തോട്ട് പോകുമ്പോൾ. പക്ഷേ മാസ്ക് മേടിക്കണം എന്ന് പറഞ്ഞപ്പോഴാട്ടോ ഈ ഒരു ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലായത്. നമ്മുടെ പേരാവൂര് ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ചുറ്റുമതിൽ കെട്ടിയിട്ടുണ്ട്. വലിയ മതിലാണ് കെട്ടിയേക്കുന്നത് കേട്ടോ. അപ്പൊ സാധാരണ നമ്മുടെ ഈ ഹോസ്പിറ്റലിലോട്ട് ചേർന്ന് കുറെ കുഞ്ഞു കുഞ്ഞു കടകളും ചായയും അതുപോലെ തന്നെ മാസ്ക് ആണെങ്കിലും അല്ലെങ്കിൽ ചെറിയ മെഡിക്കൽ ഷോപ്പും കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റലിനോട് ചേർന്ന് തന്നെ ഭാഗത്ത് നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഈ ചുറ്റുമതിൽ വന്നതോടുകൂടി നമുക്ക് അതൊക്കെ ഏകദേശം നഷ്ടപ്പെട്ടിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് പോണേൽ ടൗണിലോട്ട് അങ്ങോട്ട് കയറി പോകണം. ഞാൻ പിന്നെ ചിപ്പൂട്ടേനും കൂട്ടിയിട്ട് വെയിലത്ത് അവിടം വരെ പോയി മാസ്ക് മേടിച്ച് കൊണ്ടുവന്നിട്ടാട്ടോ ഡോക്ടറെ അടുത്തോട്ട് പോയത്. അങ്ങനെ ചെറിയൊരു ബുദ്ധിമുട്ട് ഇപ്പം ഇന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുപോലെ തന്നെയാണ്. അപ്പൊ പോകുന്ന ആൾക്കാർ എന്തെങ്കിലും കാര്യങ്ങൾ മേടിക്കാനൊക്കെ ആശുപത്രിയിലോട്ട് പോകുന്ന സമയത്ത് മേടിച്ച് പോകണ്ട മറക്കണ്ട, പ്രത്യേകിച്ച് മാസ്കിന്റെ കാര്യം കേട്ടോ. കാര്യം ഇപ്പൊ അവിടെ ഇവിടെയൊക്കെ കൊറോണ റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് ഇപ്പൊ അവരത് സ്ട്രിക്റ്റ് ആക്കിയിരിക്കുന്നത് കേട്ടോ. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇതെല്ലാം കഴിഞ്ഞ് മരുന്നെല്ലാം മേടിച്ച് അവിടെ പല്ലിന്റെ ആയിരുന്നു ചിപ്പൂന്റെ പ്രശ്നം കേട്ടോ. ചിപ്പൂന് പുതിയ മോണേന്റെ പൊക്കത്ത് പുതിയൊരു പല്ല് വന്നു. സംഭവമൊക്കെ പല്ല് വരാൻ പ്രായമായില്ല, 7 വയസ്സായിട്ടില്ല കേട്ടോ. 6 വയസ്സ് തുടങ്ങുമ്പോൾ തന്നെ പല്ല് വന്നു. അത് മോണയ്ക്ക് പുറത്ത് വന്നുകൊണ്ട് ഇച്ചിരി പേടിയായിപ്പോയി. അങ്ങനെ നമ്മൾ ദന്ത ഡോക്ടറെ കൊണ്ട് കാണിച്ചു ചിപ്പൂനെ. അപ്പൊ ചിപ്പൂനെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, അത് ചെറിയൊരു നമുക്ക് ഇപ്പൊ തന്നെ എടുക്കാന്ന്. അങ്ങനെ പല്ല് എടുപ്പിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിട്ടോ. വീട്ടിലെത്തിയതാട്ടോ. നമ്മുടെ പൊണ്ടാട്ടിന്റെ ചെടികളൊക്കെ മഴക്കാലമായപ്പോൾ ഒന്നും കൂടി ഉഷാറായി വന്നിട്ടുണ്ട്. അവളിങ്ങനെ കുറെ അവിടെ ഇവിടെയൊക്കെ ഇതുപോലെ കെട്ടി തൂക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ഇൻഡോർ പ്ലാന്റുകളൊക്കെയാണ്. ഇവിടെ പ്രത്യേകത ഉണ്ടല്ലോ, എങ്ങനെ ചെടി നട്ടാലും നല്ല ബുഷായിട്ട് വളരും. കാര്യം വേറെ ഒന്നല്ല, ഇവിടെ പശു ആടൊക്കെ എല്ലാവരും ഉള്ളതുകൊണ്ട് ഇഷ്ടംപോലെ വളത്തിന് വേറെ എവിടെയും പോകണ്ടല്ലോ. അവിടുത്തെ വെറും മണ്ണ് മാത്രം ഇട്ട് ചെടി നട്ടാലും ഉഷാറാകും കേട്ടോ. ചെറിയ വിശേഷമായിട്ട് വന്ന ഒരു മിനി വ്ളോഗാണ് കേട്ടോ ഇത്. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാ കൂട്ടുകാരും ഒന്ന് ലൈക്ക് അടിച്ചു പോകാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും ഇനി ഫോളോ ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ഒന്ന് ഫോളോ ചെയ്യാനും മറക്കല്ലേ. പുതിയ വീഡിയോ വിശേഷമായിട്ട് വീണ്ടും കാണാം. എല്ലാവരോടും ഒത്തിരി സ്നേഹത്തോടു കൂടി ടാറ്റാ ബൈ.